നമസ്കാരം. ശബരിമല ക്ഷേത്ര വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനേക്കാൾ ഹൈക്കോടതി ഇടപെടൽ നടത്തുന്നതിൽ അതൃപ്തി തുറന്നു പറഞ്ഞ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിലെ എല്ലാ തീരുമാനങ്ങളും ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നതെന്നും കോടതിയോടുള്ള ബഹുമാനം കാരണം ഒന്നും പറയുന്നില്ലെന്നും കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. ശബരിമലയിലെ വികസനം സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു കെ മുരളീധരന്റെ മറുപടി. ദേവസ്വം ബോർഡിൻ്റെയൊക്കെ അതിൽ അവരുടെ വരുമാനം അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾക്ക് അതിൻ്റേതായിട്ടുള്ള വരുമാനം, കൊച്ചി ദേവസ്വം ബോർഡിന് അത്രയില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമല മാത്രം നല്ല കാര്യങ്ങൾ നന്നായി നടത്തിക്കൊണ്ടുള്ള സംവിധാനമുണ്ട്. അതേ സമയത്ത് മലബാറിന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രയാസമുള്ളത്. മലബാർ ദേവസ്വത്തിന് സർക്കാർ ഒരു വർഷം 38 കോടിയോളം ഗ്രാൻഡായിട്ട് നൽകുന്നുണ്ട് മലബാർ ദേവസ്വത്തിൻ്റെ ഈ സാമ്പത്തിക പ്രയാസം കാരണം. അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആക്കാൻ വേണ്ടി ദേവസ്വം ബോർഡുകളുടെ അഭിപ്രായം അനുസരിച്ച് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ ഇവിടെ ബുക്ക് ചെയ്യാനും വഴിപാട് ബുക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിലാണ് ഈ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീ വിഷ്ണുമോഹൻ, ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ക്ഷേത്ര കലാകാരന്മാരുടെ തസ്തികകളിൽ നിയമനം നടത്തിയതിനെ സംബന്ധിച്ച് ഒട്ടനവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിലനിൽക്കുകയാണ് സർ. അതുകൊണ്ട് തന്നെ ക്ഷേത്ര കലാകാരന്മാരുടെ തസ്തികകളിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്ര കലാപീഠങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുകയും അതിന്റെ ക്ഷേത്ര കലാപീഠങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ യോഗ്യത നിർണ്ണയിക്കുന്ന തരത്തിൽ ഒരിടപെടിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് സർ. ഇവിടെ ഈ ദേവസ്വം റിക്രൂട്ടിംഗ് ബോർഡിന്റെ കാര്യത്തിൽ ഗുരുവായൂർ ദേവസ്ഥയിൽ മാത്രമാണ് ഒരു വിധി അവർക്കെതിരായി വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും എതിരായിട്ടുള്ള അങ്ങനെ വിധികളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ അവരുടെ അവകാശങ്ങളെ, അതായത് ദേവസ്വം ബോർഡ് ഇപ്പോൾ പരാതി പോയിട്ടുണ്ട്. അത് സുപ്രീം കോടതി ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തിനും വിധി വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് പഠിച്ച് അതിന്റെ തീരുമാനം സർക്കാർ എടുക്കാം. ശ്രീ ബി മുരളീധരൻ, ശബരിമല മാസ്റ്റർ പ്ലാൻ ഏറെക്കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണത്തെ ബജറ്റിൽ ശബരിമലയെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സന്നിധാനത്തിലെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഡെവലപ്മെന്റിനും ചില പരിമിതികളുണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ സാധ്യമല്ല. അതേസമയത്ത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വൈഷ്ണവദേവി പോലെയുള്ള തീർത്ഥാടന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ വൈഷ്ണവദേവിയിൽ ഇതേപോലത്തെയുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അവിടെ താഴെയുള്ള കാട്ടറയിലാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത്. ഈ മാതൃകയിൽ നമ്മുടെ നിലക്കലിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ബേസ് സ്റ്റേഷൻ എന്നുള്ള നിലയിൽ നിലക്കൽ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനും സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധിക്കും. അത്തരത്തിലുള്ള ആലോചനകൾ മാസ്റ്റർ പ്ലാന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. സന്നിധാനം വരെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും സർക്കാർ തീരുമാനങ്ങൾക്കും ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾക്കും എതിരായിട്ടാണ് പലപ്പോഴും വരുന്നത്. ഇപ്പോൾ ശബരിമലയിൽ എങ്ങനെ തൊഴുകണം എന്നുള്ള ഡയറക്ഷൻ പോലും ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നത്. അത് ഒരു കോടതിയോട് ബഹുമാനം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിലും ദേവസ്വം ബോർഡുകൾക്കോ സർക്കാരിനോ അല്ല ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ തീരുമാനം, എല്ലാം കോടതി മുഖാന്തരമാണ്. അതാണ് ഇപ്പോൾ ശബരിമലയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. എങ്കിലും ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഈ മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതൽക്കുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും. ശ്രീ AK മഷ്റഫ്.